സ്വന്തം പ്രസവം വൈറലാക്കുന്ന രീതിയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ കാണുന്നത്. കാരണം താരങ്ങളെല്ലാവരും അങ്ങനെയാണ് യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാളവിക കൃഷ്ണദാസും അവരുടെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. എന്നാൽ വളരെ വൈകി തന്നെയാണ് ഇവർക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്ന വിവരം ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത്. കുട്ടി വന്നു എന്നറിയിക്കുന്നത് മുതലുള്ള പല കാര്യങ്ങളും വളരെ താമസിച്ച് തന്നെയാണ് മാളവിക വ്ലോഗായി പങ്കുവച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാ കുഞ്ഞിന്റെ നൂലുകെട്ട് വിശേഷങ്ങളും പങ്കുവെക്കുന്നത്. കുഞ്ഞിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തേജസ് നൽകിയ പേര് എന്തോ വളരെയധികം പ്രത്യേകതയുള്ള പേരായി തോന്നുന്നു. തേജസും മാളവികയും വളരെ ആലോചിച്ച് തന്നെയാണ് കുഞ്ഞിന്റെ പേരിട്ടത്. മാളവികയുടെ അച്ഛൻ വളരെ ചെറുതിലെ തന്നെ മരിച്ചുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേര് കൂടിയാണ് തേജസ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞപ്പോൾ തന്നെ മാളവികയുടെയും അമ്മയുടെയും കണ്ണുനീരുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. മാളവിക അത് ഓർത്ത് പറയാറുണ്ട് പലപ്പോഴും. താൻ നൃത്തത്തിൽ വലിയ ആളാകണമെന്നും താൻ നൃത്തം ഒരിക്കലും നിർത്തരുതെന്നും ഉള്ളത് അച്ഛൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ നൃത്തപ്പഠിത്തം നിർത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അച്ഛൻ്റെ മരണവാർത്ത വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചതിനേക്കാൾ ഉപരി മാളവികയെ തന്നെയാണ് ഞെട്ടിച്ചത്. അച്ഛനോടൊപ്പം ഒരു വിദേശയാത്രയ്ക്ക് പോവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാളവിക. ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഡാൻസ് പ്രോഗ്രാം മകളെ കൊണ്ടുപോകണമെന്ന് അച്ഛന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മകളും കൂടി ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയപ്പോൾ തന്നെ അച്ഛനൊരു നെഞ്ചുവേദന വന്നു. സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് അവസാന യാത്രയായി. അച്ഛൻ്റെ തൊട്ടരികിലിരുന്ന ആ പിഞ്ചു ബാലികയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവളുടെ അച്ഛനെ നഷ്ടപ്പെടുന്ന അവസാന നിമിഷമാണിതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. എല്ലാവരും പിന്നീട് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയായിരുന്നു മാളവികയെ. തൻ്റെ അച്ഛൻ എവിടെ എന്നുള്ള ചോദ്യം താൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് എൻ്റെ കൂടെ വന്നത് അച്ഛനാണ്. എന്നാൽ അച്ഛനത് കാണാൻ സാധിച്ചില്ല. എനിക്ക് പോകാനും സാധിച്ചില്ല. ഞാൻ നൃത്തത്തിൽ ആരൊക്കെ ആകണമെന്നുള്ള ആഗ്രഹം അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ നൃത്തത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പറയും. എനിക്കതിലൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് അച്ഛൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അങ്ങനൊരു അച്ഛനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ ഓർമ്മയിൽ തന്നെയാണ് ഞാനെന്ന് പലപ്പോഴും മാളവിക പറഞ്ഞിട്ടുണ്ട്. മാളവികയുടെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ടെന്ന് പറയാം. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മാളവികയുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത്. മാളവികയ്ക്കും തേജസിനും കുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന്റെ പേര് എന്തായിരിക്കുമെന്ന് പ്രേക്ഷകർ പലപ്പോഴും ചോദിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അധികം അവർ തുറന്നു പറഞ്ഞിട്ടില്ല. പെൺകുഞ്ഞാണ് എന്ന് അറിഞ്ഞത് പോലും വളരെ താമസിച്ചാണ്. ഇവർ പ്രസവ സമയത്തൊന്നും തന്നെ വ്ലോഗ് എടുക്കുകയോ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയോ ചെയ്തില്ല. വളരെയധികം പ്രൈവസിയോടെ സുരക്ഷിതമായി തന്നെയാണ് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോയത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് തുറന്നു പറയാൻ മടിയുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.